ചേങ്ങാട്ട് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പയർ കൃഷിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ ഈ കഴിഞ്ഞ മഴക്കാലത്ത് നട്ട പയറുകളാണ്. അപ്പോൾ ഇതെല്ലാം കായ്ച്ച് ഞാൻ കുറച്ച് പറിച്ച് കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ വെയിൽ വന്നതോടുകൂടി ഇതിനെല്ലാം നല്ല നല്ല പൂക്കളൊക്കെ വന്ന് തുടങ്ങി. ഇത് നന്നായിട്ട് കായ്ക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. കാലമായതിനാൽ നമുക്ക് പയർ പൊതുവേ കുറവാണ്. എന്നാൽ പോലും നമുക്ക് ആവശ്യത്തിന് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പയറുകളൊക്കെ നമുക്ക് ചെന്ന് പറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ജൈവ രീതിയിൽ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള മുഴുവൻ തോരൻ കറി വെക്കാനുള്ള മുഴുവൻ പയറുകളും നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാം. ഇതല്ലേ ഇതിപ്പോൾ നമുക്കൊരു 4 പേർക്ക് കഴിക്കാനുള്ള ഉപ്പേരി വെക്കാനുള്ള അല്ലെങ്കിൽ ഓരോ ഭാഷ വ്യത്യാസമാണ്. തോരൻ കറി വെക്കാനുള്ള പയറായി. നമുക്ക് ഇതിനകത്ത് ഇത്തിരി ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ഇടുവാണെങ്കിൽ തേങ്ങ ഇടാതെ വെക്കുവാണെങ്കിലും ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ജൈവ രീതി യാതൊരു വിഷവും ഇല്ലാത്ത സാധനം നമുക്ക് സുഖമായിട്ട് നമുക്ക് ഭക്ഷിയിലെ വാഴ കൊലസ്ട്രോളിൽ ഒരെണ്ണമാണിത്. ഇത് പൂവനാണ്. ഈ പൂവൻ വാഴ എന്ന് പറയുമ്പം ഈ നാടൻ പൂവില്ലേ, ഞാലിപ്പൂവില്ല, നാടൻ പൂവനാണ്. ഇത് 2 കൊലയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും. പക്ഷേ ഓവർ പഴുപ്പായി കഴിഞ്ഞാൽ ഇത് അവിടുത്തെ പടലേന്ന് ഓരോ ഇരിഞ്ഞിരിഞ്ഞ് താഴേക്ക് വരും. അങ്ങനത്തെ ഇതാണ് ഞാലിപ്പൂവനാണ്. ഞാലിപ്പൂവിൻ്റെ വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും നമുക്കൊരു 19 കായ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തട്ടയൊക്കെ ഒഴിക്കാതെ, തട്ട മീൻസ് വാഴത്തുണ്ടെന്ന് പറയും, വാഴ തട്ടാന്ന് പറയും, പല രീതിയിൽ അത് നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പറമ്പിൽ ഉണ്ടാകുന്നതിൻ്റെ പേര് നമുക്ക് യാതൊരുവിധ വിഷമില്ല എന്നുള്ളതാണ്. മറ്റൊരെണ്ണം കാണിച്ചത് ഇപ്പോൾ ഞാൻ ഈ പറമ്പിൽ ഗ്രോ ബാഗിൽ വേറെ ഞാൻ നട്ടിട്ടുണ്ട്. പറമ്പിൽ ചെറിയ ഇത് പയർ 3 ദിവസമായി നട്ട് മുളച്ച് പൊങ്ങി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിന് അടിവളമായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അടിവളമായിട്ട് ഇത് ഇട്ട് കൊടുത്താണ് നട്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയും കഞ്ഞിവെള്ളം, പുളിപ്പിച്ച പഴയും കഞ്ഞിവെള്ളം ലൈറ്റാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ ഒരു 4 ഇല ആയി കഴിയുമ്പോഴത്തേനും ഇച്ചിരി പച്ചച്ചാണകം കലക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു വെണ്ടയാണ്. ഇതിൻ്റെ മേലെ പുഴു കയറിയിരിക്കുകയാണ്. പുഴു കയറിയിട്ട് ഇപ്പോൾ ഈ പുഴുവിൻ്റെ ഭയങ്കര ശല്യമല്ലേ. ഈ പുഴുശല്യം പോകാൻ വേണ്ടി ഞാൻ ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് പിന്നെ അപ്പം ഈ പച്ചച്ചാണകമൊക്കെ ഉണ്ടാകും. ഇത് മുളച്ചിങ്ങനെ വരുന്നുള്ളൂ. പച്ചച്ചാണകം ഗോമൂത്രത്തോടു കൂടി കലക്കിയങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഭംഗിയായിട്ട് ഒരാഴ്ചക്കാവും ഇത് നല്ല ഭംഗിയായിട്ട് 4-5 ഇലയായിട്ട് പൊങ്ങി വരുന്നതാണ്. ഇപ്പം ഇവിടെ പയർ മാത്രമല്ല മറ്റ് വേറെ ചെടികളും ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ ഇങ്ങനെ വഴിയൊക്കെ വീശി വരുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിലൂടെ കൂടി ഞാൻ പയർ നട്ടിരിക്കുകയാണ്. നമുക്ക് ആകെ ഇവിടെ 5 സെൻറ്റ് സ്ഥലമുള്ളൂ. ഈ 5 സെൻറ്റിൽ നമുക്ക് മാക്സിമം കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ പച്ചക്കറികളും ഇവിടെ കൊള്ളിക്കണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പയർ മാത്രം ഇവിടെ നട്ടിരിക്കുന്നത്. ഇപ്പോൾ കിളികളുടെ ഭയങ്കര ശല്യമാണ്. പയർ കിളികൾ പറിച്ച് ഭക്ഷിക്കുകയും കിളികൾ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ അവർക്കും എന്തെങ്കിലും വേണ്ടതെന്ന് നോക്കുമ്പോൾ നമ്മൾ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ഈ മേഖലയിലെല്ലാം പയറുകൾ ഇങ്ങനെ പുതിയ പയറുകൾ ഇങ്ങനെ കായ്ച്ചു വരികയാണ്. അപ്പം ഇതെല്ലാം കണ്ടോ, ഇപ്പം ഇതെല്ലാം ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് പയറുകൾ ഇങ്ങനെ പുതിയ പയറുകൾ ഇങ്ങനെ നന്നായിട്ട് കായ്ച്ചു വരികയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇതുണ്ടോ, ഉള്ളിലേക്കൊക്കെ നിറയെ പയറുകളാണ്. അപ്പോൾ ഈ പയറിൻ്റെ നമ്മളൊരു ഇതിന് കീടബാധ എന്ന് പറയുന്നത് കായീച്ചയാണ്. അപ്പോൾ കായീച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇതുവരെ എനിക്ക് കായീച്ച വന്നില്ല. കായീച്ച വന്നാൽ വേപ്പെണ്ണ മിശ്രിതം തളിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദ്രവം എന്ന് പറയുന്നത് നമ്മുടെ ചാഴിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല, ഈ പയറിൽ ഇങ്ങനെ കറുത്ത സാധനങ്ങൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ പൂക്കളുണ്ടാവില്ല, കായ്ക്കുകയില്ല, അത് മുരടിച്ച് അത് ഉണങ്ങി പോകും. അതിൻ്റെ നീര് മുഴുവൻ ഈ മുഞ്ഞ എടുത്ത്. അപ്പം മുഞ്ഞയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പല രീതിയിലുള്ള ജൈവ മിശ്രിതങ്ങൾ നമുക്ക് ചെയ്യാനാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പപ്പായൻ്റെ ഇല അത് നമ്മൾ ശരിക്കും ഒതിച്ച് വെള്ളത്തിനകത്തിട്ട് വെച്ച് അത് ശരിക്കും പിഴിഞ്ഞെടുത്തിട്ട് അതിൽ മിക്സിയിൽ അടിച്ചതിന് ശേഷം അത് അടിച്ചിട്ട് നമുക്ക് കഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഈ മുഞ്ഞേൻ്റെ അസുഖം മാറുന്നതാണ്. പക്ഷേ ഞാൻ ചെയ്തിരിക്കുന്നത് മുഞ്ഞേൻ്റെ അസുഖം മാറാൻ വേണ്ടി, മുഞ്ഞ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു മുഴുവൻ ഉറുമ്പിനെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുഴുവൻ ഉറുമ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, കടിക്കുന്ന ഉറുമ്പില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുമ്പ്രദേശം ഒരു നീറെന്ന് പറയും.
ഇവിടെയൊക്കെ നീരിൻ്റെ കൂടുണ്ട്, നന്നായിട്ട് കടി കിട്ടും. പക്ഷേ ഈ മുളിയനുറുമ്പ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ എന്താ പറയുക, ഈ വെള്ളീച്ച അല്ലെങ്കിൽ ഈ മുഞ്ഞ ഒരിക്കലും നമുക്ക് വരില്ല. അപ്പം ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിച്ച് മഴക്കാലം ആയതിനാൽ എനിക്കിതിന് ജൈവ രീതിയിലുള്ള കഞ്ഞിവെള്ളമായാലും ഒന്നും എനിക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഗോമൂത്ര മിശ്രിതം ഒന്നും എനിക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ഞാൻ ചെയ്തത് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിണ്ണാക്കും മാത്രമാണ് ഇട്ടിരിക്കുന്നത്. പുതിയ പൂക്കൾ ഇങ്ങനെ ഈ മേഖലയിലൊക്കെ പുതിയ പൂക്കൾ കൊണ്ടിട്ടുണ്ട്, അവിടെ എല്ലാം പുതിയ പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഗോമൂത്രവും പച്ചച്ചാണകത്തോട് കൂടി കലക്കിയും കുടിക്കാൻ പോകാം. കാരണം വെച്ചാൽ വെയിലായിട്ടുണ്ട്, വൈകുന്നേരങ്ങളിൽ മാത്രമേ മഴയുള്ളൂ. അപ്പോൾ വൈകിട്ട് മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ ഈ ഗോമൂത്രവും ചാണകത്തോട് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഭംഗിയായിട്ട് ഇത് കായ്ക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള പയർ നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും. ഇത് തീരുമ്പോഴത്തേനും നമ്മുടെ പുതിയ പയർ കായ്ച്ചു വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ജൈവ രീതിയിലുള്ള കൃഷി ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കെല്ലാവർക്കും വിഷമില്ലാത്ത ആഹാരം കഴിക്കുവാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുക. ഇപ്പോൾ ഏറ്റവും നല്ലൊരു കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നല്ലൊരു അടുക്കളത്തോട്ടം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. അപ്പം അടുത്തൊരു നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടണോട് കൂടി ഒന്ന് അമർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതും വരെ ഓക്കെ, ബൈ ബൈ.